ബ്രേക്ക്ഫാസ്റ്റിന് പൂരി ഉണ്ടാക്കുന്ന ദിവസം എന്തായാലും ഈ റെസിപ്പി ട്രൈ ചെയ്യണം കേട്ടോ എല്ലാവരും. ഒരു മസ്റ്റ് ട്രൈ എന്ന് തന്നെ പറയാം. പാൽപൂരിയാണ്. കുട്ടികൾക്കും നല്ല വലിയവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കിയാലോ? അപ്പോൾ നിങ്ങൾ സ്ഥിരം പൂരി ഉണ്ടാക്കുന്ന പോലെ തന്നെ പൂരി ഉണ്ടാക്കാം ട്ടോ. അപ്പോൾ ഞാനിവിടെ വെള്ളം ആദ്യം എടുക്കും. എന്നിട്ട് അതിലേക്ക് ഉപ്പും കുറച്ച് എണ്ണയും പിന്നെ കുറച്ച് റവ ഇട്ട് കൊടുക്കും. ശേഷം ആട്ടാപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കും ട്ടോ. അപ്പം ഞാൻ സാധാരണ വെള്ളത്തിലേക്ക് പൊടിയിട്ടാണ് ചെയ്യാറ്. എനിക്ക് നന്നായിട്ട് വരാറുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ പൂരി ഉണ്ടാക്കിയാൽ മതി. അപ്പം ഞാനിവിടെ കുട്ടി കുട്ടി പൂരിയായിട്ടാട്ടോ എടുക്കുന്നത്. കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് ആ ഒരു ഷേപ്പ് ഇഷ്ടപ്പെടുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പം നിങ്ങൾ വലിയ പൂരിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് പയ്യെ ചെറുതാക്കി എടുത്തിട്ട് അതെല്ലാം ഇതുപോലെ വറുത്ത് കോരി കുട്ടി കുട്ടി പൂരിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പൂരിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒഴിക്കാനുള്ള പാലുണ്ടാക്കാം കേട്ടോ. അതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഏലക്കായ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര, നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കാഷ്യൂസും അതുപോലെ ബദാമും കൂടി അരച്ചതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാഷ്യൂ മാത്രമേ ഉള്ളെങ്കിൽ അതാണെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്താ ഇതുപോലെ നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ആ ചൂട് പാലും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ ഇതുവരെ ഇത് ട്രൈ ചെയ്യാൻ വരെ എനിക്ക് തോന്നി. അപ്പോൾ ഞാനൊരു റീലിൽ കണ്ട റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീണ്ടും കാണാം. ബായ്.